പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. We are discussing the 10th chapter of plus 2 business studies and the name of our chapter is financial market and we are in the second session. നമ്മൾ ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കിയുള്ള പ്ലസ് 2 ബിസിനസ് സ്റ്റഡീസിലെ 10ാമത്തെ ചാപ്റ്റർ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഈ പാഠത്തിൻ്റെ 2ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോഴുള്ളത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇതുവരെയായിട്ടും HSS ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനകത്ത് ഓൾ എന്നുള്ള സെറ്റിംഗ്സ് കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ടുഡേ വി ആർ ഡിസ്കസിങ് ദ സെക്കൻഡ് എലമെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫൈനാൻഷ്യൽ മാർക്കറ്റിൻ്റെ സെക്കൻഡ് എലമെൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം ഒന്ന് ഓർമ്മിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതിന് 2 കോമ്പണൻറ്റുകൾ ഉണ്ടെന്ന് പഠിച്ചു. ആദ്യത്തേത് മണി മാർക്കറ്റ് ആണ്. മണി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വിച്ച് ഡീൽസ് വിത്ത് ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകൾ ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് മണി മാർക്കറ്റ് എന്ന്. അതിനകത്തുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് കൂടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതായത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ട്രഷറി ബിൽ മാർക്കറ്റ്, കോൾ മണി മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് മാർക്കറ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് മാർക്കറ്റ് ആൻഡ് ഓൾസോ കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്. ഇത്രയും കാര്യങ്ങളാണ് 5 കോമ്പണൻറ്റുകളായിട്ടും ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ ടുഡേയ്സ് സെഷൻ വി വിൽ ഡിസ്കസ് ദ സെക്കൻഡ് എലമെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫൈനാൻഷ്യൽ മാർക്കറ്റിൻ്റെ 2ാമത്തെ കോമ്പണൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരാം. ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വിച്ച് ഡീൽസ് വിത്ത് ലോങ് ടേം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റാണ് ദാറ്റ് ഡീൽസ് വിത്ത് ലോങ് ടേം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ഷെയർസ്, ഡിബഞ്ചേഴ്സ് എക്സെട്ര. മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റുകൾ ഡീൽ ചെയ്യുന്നു. ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽസ് വിത്ത് ലോങ് ടേം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അതിൻ്റെ 2 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ആദ്യത്തേത് പ്രൈമറി മാർക്കറ്റാണ്, സെക്കൻഡറി മാർക്കറ്റാണ്. അപ്പോൾ ലിസൺ ഹിയർ, ടുഡേ വി ആർ ഡിസ്കസിങ് ദ സെക്കൻഡ് എലമെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ഇറ്റ്സ് സബ് മാർക്കറ്റ്സ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളായ ഷെയറും ഡിബഞ്ചറും വിൽക്കുന്ന മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന്. അതിന് 2 കോമ്പണൻറ്റുകളാണുള്ളത്, പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. പ്രൈമറി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വിച്ച് ഡീൽസ് വിത്ത് ന്യൂ സെക്യൂരിറ്റീസ്, ന്യൂ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. പുതിയ ഷെയറും പുതിയ ഡിബഞ്ചറും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വിച്ച് ഡീൽസ് വിത്ത് സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ്. സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റികൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്യാപിറ്റൽ മാർക്കറ്റ് ബ്രാക്കറ്റിനകത്ത് ദ മാർക്കറ്റ് ഫോർ മീഡിയം ആൻഡ് ലോങ് ടേം ഫണ്ട്. ദ മാർക്കറ്റ് ഫോർ മീഡിയം ആൻഡ് ലോങ് ടേം ഫണ്ട്. Capital market is a market which deals with long-term financial instruments like shares, debentures, etc. Capital market എന്ന് പറയുന്നത് ഒരു മാർക്കറ്റാണ് വിച്ച് ദാറ്റ് ഡീൽസ് വിത്ത് ലോങ് ടേം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ഷെയർസ്, ഡിബഞ്ചേഴ്സ് എക്സെട്ര. ലോങ് ടേം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളായ ഓഹരികൾ, കടപ്പത്രങ്ങൾ, ഷെയർസ്, ഡിബഞ്ചേഴ്സ് തുടങ്ങിയ ഇൻസ്ട്രുമെൻറ്റുകൾ ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന്. The term capital market refers to the institutional arrangement and facilities through which long-term funds, both equity and debt, are raised and invested. The term capital market refers to the institutional arrangements. അതായത് വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിവിധ സ്ഥാപനങ്ങളെ കൊണ്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ കൂടെ വരും. ഇറ്റ് ഇൻക്ലൂഡ് ഫെസിലിറ്റീസ് ത്രൂ വിച്ച്, അതിൽ കൂടി ലോങ് ടേം ഫണ്ട്സ് ബോത്ത് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ്, ലോങ് ടേം ഫണ്ടുകളായിട്ടുള്ള ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റുകളും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളും. ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർസ്, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബഞ്ചേഴ്സ്. അപ്പം ഈ ഷെയറും ഡിബഞ്ചറും ഒക്കെ വിൽക്കാനും വാങ്ങാനും ഒക്കെ സഹായിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്, സ്ഥാപനങ്ങളെ കൊണ്ടുള്ള സഹായങ്ങളും കൂടാതെ സൗകര്യങ്ങളും ഫെസിലിറ്റീസും ഒക്കെ കൂടി വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന്. ഇനി ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻക്ലൂഡ് equity shares, preference shares,
ഡിബഞ്ചേഴ്സ്, ബോണ്ട് എക്സെട്ര. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റുകൾ ഈ താഴെ യെല്ലോ കളറിൽ കാണാം. ഏതൊക്കെയാണ് ശരിക്കും പഠിക്കുക. ഇറ്റ് ഡീൽസ് വിത്ത് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട് എക്സെട്ര. നമ്മൾ നേരത്തെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകൾ പഠിച്ചു. ഏതൊക്കെയാണ്? ട്രഷറി ബില്ല്, കോൾ മണി ലോൺ തുടങ്ങിയ കാര്യങ്ങൾ. ഇവിടെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ് വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ജസ്റ്റ് കഴിഞ്ഞ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ഫസ്റ്റിൽ പഠിച്ച കാര്യമാണ്. അതൊന്നും നിങ്ങൾ റിവൈസ് ചെയ്യാം. അപ്പോൾ ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചർ തുടങ്ങിയ ഇൻസ്ട്രുമെന്റുകളാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, ഇനി നമുക്ക് മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പേ മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഡിഫറൻസ് ബിറ്റ്വീൻ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റ് ഡീൽസ് വിത്ത് ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ്സ്. മണി മാർക്കറ്റ് എന്താണ് ഡീൽ ചെയ്യുന്നത്? ഇറ്റ് ഡീൽസ് വിത്ത് ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽസ് വിത്ത് ലോങ് ടേം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ് ഡീൽ ചെയ്യുന്നത്? ലോങ് ടേം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകളാണ്. മണി മാർക്കറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് വർക്കിംഗ് ക്യാപിറ്റൽ. മണി മാർക്കറ്റ് കമ്പനികളെ എന്തിനു സഹായിക്കുന്നു? കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. ക്യാപിറ്റൽ മാർക്കറ്റ് ഹെൽപ്സ് ഇൻ മീറ്റിംഗ് ഫിക്സഡ് ക്യാപിറ്റൽ നീഡ്സ്. കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള ഫിക്സഡ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ കമ്പനികളെ സഹായിക്കുന്നു ക്യാപിറ്റൽ മാർക്കറ്റ്. നെക്സ്റ്റ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആർ. മണി മാർക്കറ്റിലുള്ള ഇൻസ്ട്രുമെന്റുകൾ എന്ന് പറയുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആർ ട്രഷറി ബിൽസ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ എക്സെട്ര. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് കൺസിസ്റ്റ് ഓഫ് ട്രഷറി ബിൽസ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ ബിൽസ് എക്സെട്ര. നെക്സ്റ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആർ ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്. ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ തുടങ്ങിയ കാര്യങ്ങളാണ് ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റുകൾ. ഈ 3 പോയിന്റ് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. 3 കോളത്തിൽ അങ്ങ് ഡിവൈഡ് ചെയ്ത് ഒന്നേ ഉള്ളൂ. ഇനി ലാസ്റ്റ് ഡിഫറൻസ് നോക്കുക. മണി മാർക്കറ്റ് ഈസ് കൺട്രോൾഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. മണി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് RBI ആണ്. മണി മാർക്കറ്റ് ഈസ് കൺട്രോൾഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വെറാസ് ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് കൺട്രോൾഡ് ബൈ സെബി. ക്യാപിറ്റൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഏജൻസി സെബി ആണ്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ 4 ഡിഫറൻസ് മനസ്സിലായില്ലേ? ഡിഫറൻസ് ബിറ്റ്വീൻ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇനി നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ക്യാപിറ്റൽ മാർക്കറ്റ് means a market which deals with long-term instruments like shares, debentures, etc. It is divided into 2 parts. Capital market in 2 ഭാഗങ്ങളാണുള്ളത്. Primary market and secondary market. Primary market and secondary market. നമുക്ക് നോക്കാം എന്താണ് പ്രൈമറി മാർക്കറ്റ് എന്ന്. പ്രൈമറി മാർക്കറ്റ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ദിസ് ഈസ് ദ മാർക്കറ്റ് വിച്ച് ഡീൽസ് ഇൻ ന്യൂ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ കമ്പനീസ്. അതായത് കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന പുതിയ ഫ്രഷ് സെക്യൂരിറ്റികൾ, ന്യൂ സെക്യൂരിറ്റികൾ, ന്യൂ ഷെയർസ്, ന്യൂ ഡിബഞ്ചേഴ്സ് ഒക്കെ ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി മാർക്കറ്റ് എന്ന്. A company can raise capital through the primary market in the form of equity shares, preference shares, debentures, etc. ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാം? പ്രൈമറി മാർക്കറ്റിൽ നിന്നും ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ടും പ്രിഫറൻസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ടും ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ടും ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. അപ്പം ഒരു കമ്പനി ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു പുതിയ കമ്പനി തുടങ്ങി, ABC കമ്പനി. ഫെബ്രുവരി 2021 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്താണ്, ഐ വുഡ് ലൈക്ക് ടു റേസ് മൈ ക്യാപിറ്റൽ ബൈ ഇഷ്യൂയിങ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ടു ദ പബ്ലിക്. ഐ ക്യാൻ ഇഷ്യൂ ന്യൂ ഷെയർസ് ഇൻ ദ പ്രൈമറി മാർക്കറ്റ്. ഞാൻ ഇഷ്യൂ ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റിലേക്കാണ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത്. കാരണം ഞാൻ ഇഷ്യൂ ചെയ്യുന്നത് പുതിയ ഷെയറുകളാണ്. അപ്പോൾ ഒരു കമ്പനി ആദ്യമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി മാർക്കറ്റ് എന്ന്. ക്ലിയർ ആയി? അപ്പോൾ ഹിയർ ന്യൂ ഷെയർസ് ആൻഡ് ന്യൂ ഡിബഞ്ചേഴ്സ് ആർ ഓഫേർഡ് ഫോർ സെയിൽ. പുതിയ ഷെയറുകളും പുതിയ ഡിബഞ്ചറുകളും ഇൻവെസ്റ്റേഴ്സിന് വിൽക്കുന്ന മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി മാർക്കറ്റ് എന്ന്. നെക്സ്റ്റ് നോക്കുക, മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ ഇൻ പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിൽ നിന്നും കമ്പനികൾക്ക് ഏതൊക്കെ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്യാപിറ്റൽ കളക്ട് ചെയ്യാം? മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ ഇൻ പ്രൈമറി മാർക്കറ്റ്. The first one is offer through prospectus, issue through
പ്രോസ്പെക്ടസ്. കഴിഞ്ഞ പഠിച്ചതാണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി. പ്രോസ്പെക്ടസ് ഫോർമേഷൻ ഓഫ് എ കമ്പനിയിൽ പഠിച്ചതാണ് റേസിംഗ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള ഒരു ടോപ്പിക്കായിട്ട്. അപ്പോൾ എങ്ങനെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് എ പ്രോസ്പെക്ടസ് ഇസ് എൻ ഇൻവിറ്റേഷൻ ടു പബ്ലിക് ടു സബ്സ്ക്രൈബ് ദ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. അതായത് ന്യൂസ് പേപ്പറിലോ മറ്റ് ഏജൻസികളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീഡിയാസിലോ നമുക്ക് എന്ത് ചെയ്യാം, പരസ്യം നൽകാം, അഡ്വർടൈസ്മെന്റ് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ കമ്പനി ABC കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള പരസ്യം കൊടുത്തുകൊണ്ട് നമുക്ക് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. അങ്ങനെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതാണ് ആദ്യത്തെ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതാണ് ആദ്യത്തെ മെത്തേഡ്, ഓഫർ ഓർ ഇഷ്യൂ ത്രൂ പ്രോസ്പെക്ടസ്. എ പ്രോസ്പെക്ടസ് ഈസ് എൻ ഇൻവിറ്റേഷൻ ഫോർ സബ്സ്ക്രിപ്ഷൻ ഓർ പർച്ചേസ് ഓഫ് ഷെയർസ്. നെക്സ്റ്റ്, offer for sale. Second method of raising capital from primary market is offer for sale. This is an indirect method of public issue. Offer for sale is an indirect method of public issue. Securities are offered to intermediaries. They will sell them to the public. ഇത് ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഇഷ്യൂ ആണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു, സെക്യൂരിറ്റികൾ, ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ ഇന്റർമീഡിയറീസിന്, ഇടനിലക്കാർക്ക് ഇഷ്യൂ ചെയ്യും. അതായത് ഒരു ഇന്റർമീഡിയറി അപ്പോയിന്റ് ചെയ്യുന്നു കമ്പനികൾ. എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റെഡ് ഓഫ് ഇഷ്യൂയിങ് ഡയറക്ട്ലി ദേ വിൽ അപ്പോയിന്റ് ആൻ ഇന്റർമീഡിയറി ആൻഡ് ഇന്റർമീഡിയറി വിൽ ഇഷ്യൂ ദ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ടു ദ പബ്ലിക്. അങ്ങനെ ഒരു ഇന്റർമീഡിയറിയുടെ സഹായത്തോട് കൂടിയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ മെത്തേഡ്, ഓഫർ ഫോർ സെയിൽ. തേർഡ് വൺ ഈസ് പ്രൈവറ്റ് പ്ലേസ്മെന്റ്. Private placement. It means the direct sale by a company of its securities to a limited number of specified investors. ഒരു കമ്പനി അതിൻ്റെ പുതിയ ഷെയറുകളും പുതിയ ഡിബഞ്ചറും ഒരു പ്രീ ഡിറ്റർമൈൻഡ് അല്ലെങ്കിൽ പ്രീ സെലക്റ്റഡ്, മുൻകൂട്ടി തീരുമാനിച്ച ഒരു ഗ്രൂപ്പിന് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ജനറൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാതെ കമ്പനി ഓൾറെഡി തീരുമാനിക്കുന്നു നമ്മുടെ ഷെയർ ഇന്നിന്ന ആൾക്കാർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലോൺ തന്ന ബാങ്കിന് കൊടുക്കാം, നമ്മുടെ അണ്ടർ റൈറ്റേഴ്സിന് കൊടുക്കാം എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് ഒരു പ്രത്യേക ഗ്രൂപ്പിന് മുൻകൂട്ടി പ്രീ ഡിറ്റർമൈൻഡ് ഗ്രൂപ്പിന് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂ വിളിക്കുന്ന പേരാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന്. ഇനി നാലാമത്തേത് റൈറ്റ് ഇഷ്യൂ ആണ്. റൈറ്റ് ഇഷ്യൂ ഒരു എക്സിസ്റ്റിംഗ് കമ്പനിക്ക് മാത്രം സാധിക്കുന്ന ഒരു മെത്തേഡാണ് റൈറ്റ് ഇഷ്യൂ. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, ടീച്ചേഴ്സ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും റൈറ്റ് ഇഷ്യൂ. അതായത് ആ ഡിവിഡൻഡ് ഡിസിഷന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും, ചില ടീച്ചറെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. അതായത് എന്താണ്, റിസർവ് മെയിൻറ്റെയിൻ ചെയ്ത് കമ്പനികൾ റിസർവ് വെക്കും. ആ റിസർവിനെ ക്യാപിറ്റലാക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ റിസർവിന് ഈക്വലന്റ് ആയിട്ടുള്ള ഷെയറുകൾ ഫ്രീ ആയിട്ട് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യണം. അങ്ങനെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ഷെയർസ് എന്ന്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് കൂടി ഇതിനെ വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റോക്ക് ഡിവിഡൻഡ്. അപ്പോൾ റൈറ്റ് ഇഷ്യൂ മീൻസ് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് റേസിംഗ് അഡീഷണൽ ക്യാപിറ്റൽ ഫ്രം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും അഡീഷണൽ ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ഇഷ്യൂ എന്ന്. ഇനി അഞ്ചാമത്തത് EIPO, ഇലക്ട്രോണിക് IPO, അതായത് ഓൺലൈൻ ഇഷ്യൂ. ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് EIPO, ഇലക്ട്രോണിക് ഇനീഷ്യൽ പബ്ലിക് ഓഫർ. ഓൺലൈൻ ഇഷ്യൂ ഈസ് നോൺ ആസ് EIPO. അപ്പോൾ പ്രൈമറി മാർക്കറ്റിൽ നിന്നും കമ്പനികൾക്ക് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന 5 മാർഗങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇഷ്യൂ ത്രൂ പ്രോസ്പെക്ടസ്, ഓഫർ ഫോർ സെയിൽ, പ്രൈവറ്റ് പ്ലേസ്മെന്റ്, റൈറ്റ് ഇഷ്യൂ, EIPO. നെക്സ്റ്റ് ഈസ് സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് എ കമ്പനി ഇഷ്യൂ ഷെയർസ് ഇൻ പ്രൈമറി മാർക്കറ്റ്, അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ റീച്ച് ടു സെക്കൻഡറി മാർക്കറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു കമ്പനി തുടങ്ങി, ABC കമ്പനി. ഞാൻ ഫ്രഷ് ഷെയറുകൾ പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്തു. ഇക്വിറ്റി ഷെയറാണ് ഇഷ്യൂ ചെയ്തത്. ഈ ഇക്വിറ്റി ഷെയറിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഇതിന് എപ്പോൾ തിരിച്ചു കൊടുക്കുമെന്നുള്ള കാര്യം മുൻകൂട്ടി പറയുന്നില്ല. The repayment period is not determined in advance in the case of equity shares. അപ്പോൾ നിലവിൽ പ്രൈമറി മാർക്കറ്റിൽ നിന്നും ഷെയർ വാങ്ങിച്ച ഇക്വിറ്റി ABC കമ്പനിയുടെ ഷെയർ വാങ്ങിച്ച ഒരാൾക്ക് ആ ഷെയർ മറ്റൊരാൾക്ക്, ഒരു തേർഡ് പേഴ്സണ് വിൽക്കാം. കമ്പനിയുടെ സമ്മതമില്ലാതെ ഒരു തേർഡ് പേഴ്സണ് ഷെയർ വിൽക്കാം. അങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സ്ഥാപനമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, ഓഹരി വിപണി എന്ന് പറയും, സ്റ്റോക്ക് എക്സ്ചേഞ്ച്. With the help of stock exchange, an investor can sell existing shares to another investor. Also, secondary market is the market for the purchase and sale of second-hand or existing listed securities. അതായത് ഒരു തവണ പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റികൾ
അൾട്ടിമേറ്റ് ആയിട്ട് സെക്കൻഡറി മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ഷെയറുകളും സെക്കൻഡ് ഹാൻഡ് ഡിബഞ്ചേഴ്സും വിൽക്കാനും വാങ്ങാനും നമ്മളെ സഹായിക്കുന്ന ഗവൺമെന്റ് സ്ഥാപിച്ചിരിക്കുന്ന ഏജൻസികളെ, സ്ഥാപനങ്ങളെ വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന്. കേരളത്തിൽ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, പ്രധാനപ്പെട്ട ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇതൊക്കെ എക്സാമ്പിളുകളാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ് എക്സെട്ര which have already been issued by companies or government are traded in this market. കമ്പനികളും ഗവൺമെന്റൊക്കെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെയാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഹിയർ പ്രൈസസ് ആർ ഡിറ്റർമൈൻഡ് ബൈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് സെക്യൂരിറ്റീസ്. ഇവിടെ വില തീരുമാനിക്കുന്നത് ഷെയറിന്റെയും ഡിബഞ്ചറിന്റെയും ഡിമാൻഡും സപ്ലൈയും ആണ്. ക്ലിയർ? നിങ്ങൾ ന്യൂസിലൊക്കെ എപ്പോഴും കാണാറുണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഇപ്പോൾ സെൻസെക്സ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ആണ് സെൻസെക്സ് ഇത്ര പോയിന്റ് വർദ്ധിച്ച് ഇത്രയിൽ ക്ലോസ് ചെയ്തു എന്നൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവിടെ ഷെയറിൻ്റെയും ഡിബഞ്ചറിൻ്റെയൊക്കെ വില തീരുമാനിക്കുന്നത് അതിൻ്റെ ഡിമാൻഡാണ്. ആ ഷെയറിൻ്റെ ഡിബഞ്ചറിൻ്റെയൊക്കെ ഡിമാൻഡാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് എൻ ഓർഗനൈസ്ഡ് മാർക്കറ്റ് വെർ സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റ് ആണ്. അവിടെ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റികൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആർ ലൊക്കേറ്റഡ് അറ്റ് ഡെഫിനിറ്റ് പ്ലേസസ്. ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സ്ഥലത്ത്, ബോംബെ അല്ലെങ്കിൽ കൊച്ചി, ഇവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ, NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE Bombay Stock Exchange, OTCEI over the counter exchange of India, and other regional stock exchange, and also the depositories. And also the depositories are the major components of the secondary market. Depository എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it consists of NSDL and CDSL, National Securities Depository Limitedും CDSL, സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡുമാണ് ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോണിക് ഫോമിൽ ഷെയറും ഡിബഞ്ചറും ഒക്കെ ഇൻവെസ്റ്റേഴ്സിനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഏജൻസികളാണ് ഡെപ്പോസിറ്ററി. നമുക്കത് പഠിക്കാനില്ല, ജസ്റ്റ് പേര് മാത്രം ഒന്ന് മനസ്സിലാക്കുക, ഡെപ്പോസിറ്ററി. അപ്പോൾ ഇന്ത്യയിലുള്ള സെക്കൻഡറി മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട കോമ്പണന്റുകൾ എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ ആണ് അതിന്റെ ആസ്ഥാനം, NSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ ആണ് അതിന്റെ ആസ്ഥാനം, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, കൂടാതെ റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, കൂടാതെ ഡെപ്പോസിറ്ററികൾ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സെക്കൻഡറി മാർക്കറ്റിലെ കോമ്പണന്റുകളായിട്ട് വരുന്നത്. ക്ലിയർ? ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ഹാൻഡ് ഷെയർസും സെക്കൻഡ് ഹാൻഡ് ഡിബഞ്ചേഴ്സും വിൽക്കാനും വാങ്ങാനും ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കുന്ന സ്ഥാപനങ്ങളെ വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന്. ഇനി ഇതിന്റെ ഫങ്ഷൻസ് ഒന്ന് നോക്കുക. ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഫങ്ഷൻസ് ഒന്ന് പരിശോധിക്കുക. ഇറ്റ് ഓഫർ ലിക്വിഡിറ്റി ആൻഡ് മാർക്കറ്റബിലിറ്റി ടു ഇൻവെസ്റ്റ്മെന്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫർ ലിക്വിഡിറ്റി ആൻഡ് മാർക്കറ്റബിലിറ്റി ടു ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഇൻവെസ്റ്റേഴ്സ് ഷെയറിലും ഡിബഞ്ചറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ലിക്വിഡിറ്റി, അതായത് ഷെയറിനെ എളുപ്പത്തിൽ ക്യാഷ് ആക്കി മാറ്റാൻ സഹായിക്കുന്നു. അതാണ് ലിക്വിഡിറ്റി ടു ഇൻവെസ്റ്റ്മെന്റ്. ആൻഡ് മാർക്കറ്റബിലിറ്റി, വിൽക്കാൻ സഹായിക്കുന്നു, മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. സെക്കൻഡ് ഫംഗ്ഷൻ, പ്രൈസിംഗ് ഓഫ് സെക്യൂരിറ്റി. ഷെയറിന്റെയും ഡിബഞ്ചറിന്റെ ഒക്കെ മാർക്കറ്റ് വാല്യൂ തീരുമാനിക്കുന്നത് ഏതാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. മൂന്നാമത്തത് സേഫ്റ്റി ഓഫ് ട്രാൻസാക്ഷൻസ്. ഈ ഷെയറും ഡിബഞ്ചറും ഒക്കെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പ്രോസസ് ഒക്കെ വളരെ സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് സേഫ്റ്റി ഓഫ് ഡീലിംഗ്സ്. നമ്പർ 4, കോൺട്രിബ്യൂട്ട് ടു ഇക്കണോമിക് ഗ്രോത്ത്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായം നൽകുന്നു. ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക് ഗ്രോത്തിനെ സഹായിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക് ഗ്രോത്തിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ സഹായിക്കുന്നു. പ്രൊവൈഡ് സ്കോപ്പ് ഫോർ സ്പെക്കുലേഷൻ. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് പ്രൊവൈഡ് സ്കോപ്പ് ഫോർ സ്പെക്കുലേഷൻ. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഹക്കച്ചവടം എന്നാണ്. ഊഹക്കച്ചവടം, അതായത് ഈ ഷെയറും ഡിബഞ്ചറൊക്കെ വെക്കുകയും വാങ്ങുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടൈപ്പ് സ്പെക്കുലേഷൻ തന്നെയാണ്, ഊഹക്കച്ചവടം തന്നെയാണ്. അങ്ങനെ വിൽക്കാനും സ്പെക്കുലേഷനെ സഹായിക്കുന്നു.
ആരോഗ്യകരമായിട്ടുള്ള ഹെൽത്തി സ്പെക്കുലേഷന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. നെക്സ്റ്റ് വൺ ഇക്കണോമിക് ബാരോമീറ്റർ. ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക് പ്രോഗ്രസ് അളക്കാൻ വേണ്ടിയിട്ട് ആ രാജ്യത്തിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ ഇക്കണോമിക് ബാരോമീറ്റേഴ്സ് എന്നറിയപ്പെടാറുണ്ട്. ഒരു രാജ്യത്തിന്റെ പ്രോഗ്രസിന്റെ ഇക്കണോമിക് ബാരോമീറ്റർ എന്നറിയപ്പെടുന്ന സ്ഥാപനങ്ങളാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ചിലപ്പോൾ വൺ വേർഡ് ഒക്കെ ചോദിക്കും. ഇക്കണോമിക് ബാരോമീറ്റേഴ്സ് എന്നറിയപ്പെടുന്നത് ഏതാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. അപ്പോൾ ഈ ഫങ്ഷൻസ് കൂടെ ഒരു ജസ്റ്റ് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഇത് സെപ്പറേറ്റ് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ട് കാണുന്നില്ല, എന്നിരുന്നാലും മനസ്സിലാക്കി വെക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പ്രൈമറി മാർക്കറ്റ് ഡീൽസ് വിത്ത് ന്യൂ സെക്യൂരിറ്റീസ്. പ്രൈമറി മാർക്കറ്റ് പുതിയ സെക്യൂരിറ്റികൾ ഡീൽ ചെയ്യുന്നു. സെക്കൻഡറി മാർക്കറ്റ് ഡീൽസ് വിത്ത് സെക്കൻഡ് ഹാൻഡ് ഓർ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ്. പ്രൈമറി മാർക്കറ്റിന് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അതിനൊരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നില്ല. ഓൾ ഓവർ ദ വേൾഡ് അല്ലെങ്കിൽ ഓൾ ഓവർ ഇന്ത്യയാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഹാവ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. മൂന്നാമത്തത് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഓൺലി പർച്ചേസ് സെക്യൂരിറ്റീസ്. ഇവിടെ വാങ്ങാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇൻവെസ്റ്റേഴ്സിന് സെക്യൂരിറ്റികൾ വാങ്ങാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം എന്താ? കമ്പനി നേരിട്ട് വിൽക്കുന്ന സ്ഥലമാണ് പ്രൈമറി മാർക്കറ്റ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് വാങ്ങാനേ പറ്റുകയുള്ളൂ, വിൽക്കാൻ പറ്റില്ല. ഇൻവെസ്റ്റേഴ്സ് കുഡ് പർച്ചേസ് ആൻഡ് സെൽ സെക്യൂരിറ്റീസ്. സെക്കൻഡറി മാർക്കറ്റിൽ എന്ത് ചെയ്യാം? വാങ്ങാനും പറ്റും, വിൽക്കാനും പറ്റും. സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റികളാണ്. അവിടെ ബൈയിങ്ങും സെല്ലിങ്ങും സാധ്യമാണ് സെക്കൻഡറി മാർക്കറ്റിൽ. നെക്സ്റ്റ് നാലാമത്തെ പോയിന്റ്, പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ കമ്പനി. ഷെയറിന്റെയും ഡിബഞ്ചറിന്റെ ഒക്കെ വില തീരുമാനിക്കുന്നത് കമ്പനികളാണ്. പക്ഷേ സെക്കൻഡറി മാർക്കറ്റിൽ, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇത് തീരുമാനിക്കുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. പ്രൈസ് ഈസ് ബേസ്ഡ് ഓൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് സെക്യൂരിറ്റി. കാരണം ഇപ്പോൾ നിങ്ങൾ കാണാം, റിലയൻസിൻ്റെ ഒക്കെ ഷെയറിൻ്റെയും ഡിബഞ്ചറിൻ്റെ ഒക്കെ പ്രൈസൊക്കെ നിങ്ങൾക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന കാണാം. അത് തീരുമാനിക്കുന്നത് മാർക്കറ്റിലുള്ള ഡിമാൻഡാണ്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാണ് കുട്ടികളെ. എന്താണ് നമ്മളിപ്പോൾ പഠിച്ചത്? ക്യാപിറ്റൽ മാർക്കറ്റ് എന്നൊരു കൺസെപ്റ്റാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വിച്ച് ഡീൽസ് വിത്ത് ലോങ് ടേം ഫൈനാൻഷ്യൽ സെക്യൂരിറ്റീസ്. And it is classified into two, primary market and secondary market. Primary market is a market which deals with the new shares and new debentures, whereas secondary market is a market which deals with the second hand shares and second hand debentures. It is known as that is they are stock exchanges. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് അവസാനിപ്പിച്ചു. കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, മനസ്സിലാക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.